ഹോട്ട് ടെമ്പേർഡ് ആയിരുന്നു ഞാൻ. പ്ലസ് ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള പേടി. ഇതിനാണ് ഞാൻ ആദ്യം സമീപിക്കുന്നത്. ഇതിന്റെ അനുഭവങ്ങൾ, കാരണം എന്റെ വ്യക്തിപരമായുള്ള അനുഭവങ്ങൾ, ഒരു പേടി ഉണ്ടായിരുന്നു. ആ ഒരു പേടി അത് പ്രത്യേകിച്ച് ഒരു 20 വർഷത്തിന് മേലെയായിട്ട്, 20 വർഷം എന്നല്ല, അതിനും കൂടുതൽ വേണമെങ്കിൽ പറയാം. അതിനു മുൻപേ എനിക്ക് ലൈസൻസ് കിട്ടിയതും മറ്റുള്ള കാര്യങ്ങളുള്ളതായിരുന്നു. എന്തോ നിർഭാഗ്യവശാൽ, അങ്ങനെ തന്നെ പറയട്ടെ, എല്ലാ സീറ്റുകളിലിരിക്കും, പക്ഷെ ഡ്രൈവിംഗ് സീറ്റ് എനിക്കൊരു ഹോട്ട് സീറ്റ് ആയിരുന്നു. ആ ഹോട്ട് സീറ്റിലേക്ക് കൈപിടിച്ചിരുത്തിയത് അത് ഞാൻ മറക്കില്ല. ഇത്തവണ പോയിപ്പോ കഴിഞ്ഞാൽ വണ്ടി വാങ്ങിച്ച് സ്വന്തമായി ഡ്രൈവ് ചെയ്ത്, അത് അതായത് ആദ്യം ഞാൻ കരുതിയത് ഒരു ലോക്കൽ ഡ്രൈവിംഗ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു പടി മുന്നോട്ട് പോകണം, ഹൈവേകളിലൂടെ പോകണം. ഹൈവേയിലൂടെ പോലും ഞാൻ ഇത്തവണ, അതായത് ഒരു നോർമൽ ഡ്രൈവർ എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു, കുട്ടികൾക്ക് ഒരു അതിശയം. ഇത്രയും നാള് ഞാൻ ടാക്സിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സർവീസ് ഞാൻ എടുത്തിട്ട് 10,000, 30,000, 40,000, അത് വലുതാക്കി പറയുന്നതല്ല, അത്രയും യാത്രകൾ ഞാൻ ചെയ്തിട്ട്, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതാണ്. അപ്പോഴും നമ്മൾ ടാക്സികളാണ് അവരാണ് ഇതൊക്കെ. അപ്പൊ പിന്നെ അതിനകത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് അവരുടെ ഒരു അസഹിഷ്ണുത, കാരണം നേരം വൈകണു, കാരണം അവർക്ക് കൂടി ഉള്ള ഗുണമുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അവർക്കും കൂടി മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ എങ്കിലും അവർക്കൊരു ഇത് തോന്നിയപ്പോ പിന്നെ എനിക്ക് തോന്നി ഇനി മാറി ചിന്തിക്കാതിരിക്കാൻ വയ്യ. കുട്ടികൾ വലുതായി, അവരും ലൈസൻസുകാരായി തുടങ്ങി. അപ്പൊ ഇനി അത് പറ്റില്ല. അപ്പൊ എന്തോ ഇതെല്ലാം കുട്ടി വായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു 100% സക്സസ് തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെ മുന്നിൽ ഞാൻ പറയാം, ഈ ഒരു സാധനത്തിലൂടെ മാത്രമാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. കാരണം എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പങ്ക് തന്നെ പറയാതിരിക്കാൻ വയ്യ എനിക്ക്. പിന്നെ ക്യാരക്ടർ ചേഞ്ച് പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി ഈ പുസ്തക വായന ഒന്നും എനിക്ക് ശീലം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നിപ്പോ എന്റെ അടുത്ത് ഒരു ഏകദേശം ഒരു 30 പുസ്തകം എൻ്റെ അടുത്ത് ബുക്ക് കളക്ഷൻ സ്വന്തമായിട്ടായിട്ടുണ്ട്. ഇപ്പൊ പരിപൂർണമായിട്ട് ഈ ഒരു കോഴ്സ് കൊണ്ട് ഇതിലെത്രത്തോളം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എത്രത്തോളം ഞാൻ അതിലെത്ര പ്രാവീണ്യം നേടുമോ എന്നുള്ളതിനാണ് ഉപരി പേഴ്സണൽ ചേഞ്ചസിൽ എനിക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിത് എന്നെ ഇപ്പൊ കേൾക്കുന്ന ആൾക്കാരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഇതിനെ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. സക്സസ്സേ ഉണ്ടാവുള്ളൂ. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്.